ഏവർക്കും സ്വാഗതം, വണക്കം, വെൽക്കം. കഴിഞ്ഞ ഒരു വീഡിയോ ഒരു സുഹൃത്ത് ഉന്നയിച്ച 2 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാനായി ഉദ്ദേശിച്ച് ആരംഭിച്ചുവെങ്കിലും സമയം കൈവിട്ടു പോയതുകൊണ്ട് ഒരു ചോദ്യത്തിന് മാത്രമേ ഉത്തരം നൽകുവാൻ കഴിഞ്ഞുള്ളൂ. അതുകൊണ്ട് രണ്ടാമത്തെ ചോദ്യത്തെ ആസ്പദമാക്കി അനുബന്ധമായി ഒരു വീഡിയോ കൂടെ ചെയ്യുകയാണ്. അതുകൊണ്ട് ആദ്യമായി അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അതോടൊപ്പം മറ്റൊരു ചോദ്യം, ഓരോ മതത്തിനും അതിൻ്റേതായിട്ടുള്ള വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ക്രീഡുണ്ട്, വിശ്വാസ പ്രമാണങ്ങളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മതങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നാണ് ഞാൻ ധരിക്കുന്നത്. ആ ക്രീഡ് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് വേറെ കാര്യം. എൻ്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഞാൻ റെയ്മണ്ട് പണിക്കർ ഒരിക്കൽ പറഞ്ഞത് ശ്രദ്ധിക്കുകയുണ്ടായി. ഐ ലെഫ്റ്റ് യൂറോപ്പ് ആസ് എ ക്രിസ്ത്യൻ, ഫൗണ്ട് മൈസെൽഫ് ആസ് എ ഹിന്ദു, റിട്ടേൺഡ് ആസ് എ ബുദ്ധിസ്റ്റ്, ബട്ട് നെവർ സീസ് ടു ബി എ ക്രിസ്ത്യൻ. അപ്പോൾ എങ്ങനെയാണ് ഒരു ഇങ്ങനെ മൾട്ടിപ്പിൾ ഫെയ്ത്ത് ഒരാൾക്ക് ഹോൾഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? അതോ അതിൻ്റെ മതത്തിൻ്റെ ധാർമ്മിക മൂല്യങ്ങൾ മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്? ക്രീഡിൻ്റെ ബേസിലാണെങ്കിൽ ഒരാൾക്ക് തീർച്ചയായിട്ടും ക്രിസ്ത്യാനിയും ഇസ്ലാമും ഹിന്ദുവും പിന്നെ ബുദ്ധനൊന്നും ഒരേ സമയത്തായി തീരാൻ സാധിക്കത്തില്ല. അച്ഛൻ്റെ അഭിപ്രായത്തിൽ ഒന്ന് പറയണേ. ആദ്യമായി ഈ ചോദ്യം ഉന്നയിച്ച സുഹൃത്ത് ആ ചോദ്യത്തിൻ്റെ അവസാന ഭാഗത്ത് സൂചിപ്പിക്കുന്നത് പോലെ ഓരോ മതങ്ങളും അല്ലെങ്കിൽ വിവിധമായ മതങ്ങൾ വെച്ചു പുലർത്തുന്ന വിവിധമായ വിശ്വാസ പ്രമാണങ്ങൾ, ക്രീഡ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ പരസ്പരം യോജിക്കുക അസാധ്യമാണ് എന്ന അദ്ദേഹത്തിൻ്റെ നിലപാട് 100% ഞാൻ ശരിവെക്കുകയാണ്. ഞാനും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. നാളിതുവരെയുള്ള ചരിത്രം അത് മാത്രമാണ് തെളിയിച്ചിട്ടുള്ളത്. അങ്ങനെ അല്ല എന്ന് വിശ്വസിക്കുവാൻ യാതൊരു തെളിവോ അടിസ്ഥാനമോ ഇല്ല എന്നത് ആദ്യമേ നമുക്ക് സ്വീകരിക്കാവുന്ന കാര്യമാണ്. ആർക്കെങ്കിലും ഇതിനെപ്പറ്റി എതിരഭിപ്രായം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആകമാനമായ അല്ലെങ്കിൽ അദ്ദേഹം ഉയർത്തുന്ന ആകമാനമായ പ്രശ്നം, മതത്തിൻ്റെ ഹൃദയഭാഗം എന്താണ്? മതത്തിൻ്റെ അന്തസത്ത എന്താണ്? മതത്തെ നാം ഏത് വിധത്തിലാണ് മനസ്സിലാക്കേണ്ടത്, സമീപിക്കേണ്ടത്? അത് ആചാര അനുഷ്ഠാനങ്ങളിൽ കൂടെയാണോ, അല്ല മറ്റ് മതസംബന്ധമായ ദാർശനിക ചുവയുള്ള സാർവലൗകിക സ്വഭാവമുള്ള അറിവുകളും ആദർശങ്ങളിലും കൂടെയാണോ? ഏതാണ് ഇതിൽ കൂടുതൽ ശ്രദ്ധ അർഹിക്കേണ്ടത് എന്നാണ് പ്രശ്നം, എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റെയ്മണ്ട് പണിക്കരുടെ ഉദാഹരണം അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അദ്ദേഹം മറ്റ് സംസ്കാരങ്ങളുമായി, ആത്മീയ സംസ്കാരങ്ങളുമായി ബന്ധം പുലർത്തിയതുകൊണ്ട് അദ്ദേഹം അതുവരെ അവലംബിച്ചിരുന്ന മതപരമായ സങ്കല്പങ്ങൾക്ക് കാര്യമായ വ്യത്യാസം വരുത്തേണ്ടി വന്നു. ഇത് വളരെ സത്യം തന്നെയാണ്. ഈ സമയത്ത് സൂചിപ്പിക്കേണ്ട ഒരു കാര്യം, സ്വാമി വിവേകാനന്ദൻ ലോക പാർലമെൻറ്റിൽ പങ്കെടുക്കാനായി അദ്ദേഹത്തിന് ക്ഷണം ഇല്ലായിരുന്നു, ഇൻവിറ്റേഷൻ ഇല്ലായിരുന്നുവെങ്കിലും പോയി. അതൊരു വലിയ സംഭവമായി മാറി. അങ്ങനെ അദ്ദേഹത്തെ പല അമേരിക്കൻ മതമൗലിക സ്വഭാവമുള്ള ചിന്താഗതി വച്ച് പുലർത്തിയ മാധ്യമ സുഹൃത്തുക്കൾ നന്നായി ഇൻ്റർവ്യൂ ചെയ്തു. ഓരോ തവണയും അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് വലിയ അത്ഭുതമാണ് ഉണ്ടായത്. അവർ പരസ്യമായി പറഞ്ഞൊരു കാര്യം റൊമെയിൻ റോളണ്ട് സ്വാമി വിവേകാനന്ദൻ്റെ ജീവചരിത്രം എഴുതിയതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞത്, ഹിന്ദുമതം ഇപ്രകാരം ഔന്നത്യമേറിയ ചിന്തകളും കാഴ്ചപ്പാടുകളും ലോകദർശനവുമാണ് ലോകത്തിന് നൽകിയത് എങ്കിൽ നമുക്കങ്ങോട്ട് പോയി അവർക്ക് എന്ത് സംഭാവനയാണ് നൽകാൻ കഴിയുന്നത്? അപ്പോൾ ഈ ഒരു സംഭവത്തിൽ കൂടെയും ഇതുപോലെയുള്ള അനേക സംഭവങ്ങളിൽ കൂടെയും
റെയ്മോണ്ടോ പണിക്കരുടെ അനുഭവം അതിലൊന്ന് മാത്രമാണ്. ബീഡ് ഗ്രിഫിത്ത് എന്ന് പറയുന്ന വളരെ ഉന്നതനായ ഒരു പുരോഹിതൻ ഭാരതത്തിൽ വന്ന് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ നമുക്കറിയാം. അതുപോലെ തന്നെ ആധുനിക മനഃശാസ്ത്രത്തിൻ്റെ നെടുന്തൂണായിരുന്ന കാൾ യുങ് ഹിന്ദുമത സാഹിത്യത്തെയും അതിലടങ്ങിയിരിക്കുന്ന മനഃശാസ്ത്രപരമായ അറിവുകളെയും ദാർശനികമായ വീക്ഷണങ്ങളെയും കണ്ട് അത്ഭുതപരതനായ ചരിത്ര സത്യം നമുക്കറിയാം. കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ മധ്യകാലത്തിന് ശേഷം ബുദ്ധിജീവികളായ അനേകം പാശ്ചാത്യർ ഭാരതത്തിലേക്ക് ആത്മീകമായ പ്രചോദനം ലഭിക്കുന്നതിന് വേണ്ടി വരികയും അവർ പലരും തിക്തമായ അനുഭവത്തിൽ വിട്ടുപോയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ പാശ്ചാത്യ സംസ്കാരം, ഇപ്പം ക്രിസ്തീയ മതത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നുവെന്ന് നാം തെറ്റിദ്ധരിച്ചിരിക്കുന്ന പാശ്ചാത്യ സംസ്കാരത്തിൽ സ്ഥിതി ചെയ്ത ശൂന്യതയുടെ വീർപ്പുമുട്ടൽ, ശ്വാസം മുട്ടൽ മാറ്റുന്നതിന് വേണ്ടി വില്യം ബട്ട്ലർ യേറ്റ്സ് പോലെയുള്ള ആളുകൾ, ബീറ്റിൽസ് ഭാരതത്തിൽ വന്നു നമുക്കറിയാം. എന്നാൽ വില്യം ബട്ട്ലർ യേറ്റ്സ് പോലെയുള്ള മഹാകവികൾ ആത്മീയമായ പ്രചോദനം തേടി ഭാരതത്തിൽ വന്നു. ആ ഒരു ദർശനം ടി.എസ്. എലിയറ്റിൻ്റെ ബേസ്ലൻഡിലുണ്ട്. ദാ ദത്ത ദയാദ്വം ദമ്യത ശാന്തി ശാന്തി ശാന്തി. ഐ സീ എ ക്ലൗഡ് ഗ്യാദർ ഓവർ ദ ഫാർ ഡിസ്റ്റൻറ്റ് ഹിമവൻറ്റ്. കിഴക്ക് നിന്ന് മാത്രമാണ് ആത്മീയമായ പ്രത്യാശ വരാൻ സാധ്യതയുള്ളത് എന്ന് ക്രിസ്തീയ വിശ്വാസത്തിൽ വളരെ ആഴത്തിൽ ചെന്ന് അഭയം പ്രാപിപ്പാൻ ശ്രമിച്ച ടി.എസ്. എലിയറ്റ് അദ്ദേഹത്തിൻ്റെ വെയ്സ്ലൻഡ് എന്ന കൃതിയിൽ പറയുന്നത്, ഞാൻ കിഴക്കോട്ട് നോക്കി ഹിമാചലിൻ്റെ മുകളിൽ കുമിഞ്ഞുകൂടുന്ന കാർമേഘപടലങ്ങൾ, അതിൽ നിന്ന് പുറപ്പെടുന്ന ഇടിനാദം പോലെയുള്ളൊരു ശബ്ദം ഞാൻ കേട്ടു. ദാ ദത്ത ദയാദ്വം ദമ്യത ശാന്തി ശാന്തി ശാന്തി. പടിഞ്ഞാറ് നിന്നൊരു സമാധാനവും ഉണ്ടാകുകയില്ല എന്ന് കണ്ടുപിടിച്ച ഒരു കവി. ഇതൊന്നും ആത്യന്തിക സത്യമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയല്ല. ഞാൻ പറഞ്ഞത് ഓരോ കാലങ്ങളിൽ ഓരോ വിധത്തിലുള്ള മത ഫാഷനുകൾ ഉടലെടുത്തിട്ടുണ്ട്. എൻ്റെ പുറകെ ആളുകൾ പോയിട്ടുണ്ട്. എന്നാൽ ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ നിർവഹിച്ച ശേഷം ആ വിശ്വാസ മാർഗം മനുഷ്യരെ ഏൽപ്പിച്ച ആ ഒരു വലിയ മണ്ടത്തരം കൊണ്ട് അതിന് സംഭവിച്ച ഇടിവ്, വൈരൂപ്യം, അധപ്പതനം അത്ര വലുതാണ് എന്ന് നമുക്കറിയാം. അതൊക്കെയും ഏറ്റവും വലിയ സമ്പത്തായും അഭിമാനമായും കാണുകയും അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് ജനങ്ങളെ വിശ്വസിക്കുവാൻ കൂടുതൽ പ്രാവീണ്യം പ്രാപിച്ചുകൊണ്ടേയിരിക്കുന്ന സഭകളും ഇവയെല്ലാം കൂടെ കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങളും അതിപ്പോഴും കേരളത്തിൻ്റെ മണ്ണിൽ നടന്നുകൊണ്ടിരിക്കുന്ന നാടകങ്ങളും ഒക്കെ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏത് അധർമ്മവും ദൈവത്തിൻ്റെ പേരിൽ ന്യായീകരിക്കാമെന്ന ഈ ഒരു പൊതുവായ മർമ്മം. അപ്പോൾ ഈ ചോദ്യം ഉന്നയിച്ച സുഹൃത്ത് ഒരു വലിയ തെറ്റായ കാര്യം പറഞ്ഞതും കൂടെ ഞാൻ സൂചിപ്പിക്കട്ടെ. അദ്ദേഹം പറയുന്നത് മതങ്ങൾ പ്രവർത്തിക്കുന്നത് അവരുടെ വിശ്വാസ പ്രമാണങ്ങൾ ആശ്രയിച്ചാണെന്നാണ്. ഒരിക്കലുമല്ല. തങ്ങൾ പ്രത്യേകമായിട്ട് ഇപ്പോൾ ഹിന്ദു മതത്തിൽ അങ്ങനൊരു വിശ്വാസ പ്രമാണമില്ല. സിഖ് മതത്തിലും അങ്ങനൊരു വിശ്വാസ പ്രമാണമില്ല. വിശ്വാസ പ്രമാണം ഏറ്റവും കാതലായി എടുത്തു കാണിക്കുന്നത് ക്രിസ്തു മതമാണ്. പിന്നെ ഒരു പരിധി വരെ ഇസ്ലാം മതം, യഹൂദ മതം. എന്നാൽ വിശ്വാസമില്ലാത്ത മതങ്ങളെല്ലാം സമ്മതിക്കുന്നു. പക്ഷേ വിശ്വാസ പ്രമാണം, ക്രീഡിൻ്റെ കാര്യമാണ് ഞാനീ പറഞ്ഞത്. ഇന്ന വിശ്വാസ പ്രമാണം അത് മാത്രമാണ്. എൻ്റെ വിശ്വാസത്തിൻ്റെ ആകത്തുക ഈ എഴുതി വച്ചിരിക്കുന്ന ലിഖിതമായ 100 വാക്കുകളാണ് എന്ന് പറയണമെങ്കിൽ വിശ്വാസമെന്നാൽ എന്താണ് എന്നറിയാൻ വയ്യാത്തൊരു വ്യക്തിക്ക് മാത്രമേ
വിശ്വാസ പ്രമാണം ആവർത്തിച്ചാൽ അവൻ വിശ്വാസിയാകൂ എന്ന് വിശ്വസിക്കുവാൻ കഴിയുകയുള്ളൂ. അത് മതമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ വിരോധാഭാസമാണ്. ഞാൻ കൂടുതലായി ആ വിഷയം തൽക്കാലം പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ നാം തിരുത്തേണ്ട ഏറ്റവും വലിയ ഒരു തെറ്റിദ്ധാരണ, മതങ്ങൾ അവർ തന്നെ സ്വീകരിച്ച് അവരുടെ നെറുകയിൽ വെച്ചിരിക്കുന്നു എന്ന് പൊതുവായി സങ്കല്പിക്കുകയും നടിക്കുകയും ചെയ്യുന്ന വിശ്വാസ പ്രമാണം അനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല. അങ്ങനെ പ്രാവർത്തികമായി കൊണ്ടുവരാവുന്ന ഒരു മർമ്മവും ഒരു വിശ്വാസ പ്രമാണത്തിലുമില്ല. ഞാൻ അല്പം മിസ്ചീഫ് കാട്ടാൻ പോവുകയാണ്, ചിന്തിക്കുന്നതിന് വേണ്ടി മാത്രം. ഞാൻ പറയുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ക്രിസ്ത്യാനികളായ നാം എല്ലാ ഞായറാഴ്ചയും ഉരുവിടുന്ന അപ്പസ്തോലിക പ്രമാണം അല്ലെങ്കിൽ നിഖ്യ വിശ്വാസ പ്രമാണം, കന്യമറിയാം പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ചു, ഒരു വിശ്വാസ പ്രമാണമാണ്. ഈ വിശ്വാസ പ്രമാണം അനുസരിച്ച് ഏത് സഭയാണ് പ്രവർത്തിക്കുന്നത്? ഈ വിശ്വാസ പ്രമാണവും സഭകളും തമ്മിലുള്ള ബന്ധം എന്താണ്? വേണ്ട, നമ്മുടെ തന്നെ അനുഭവമായിട്ടുള്ള ബന്ധം എന്താണ്? ഇപ്പോൾ കേരളത്തിലെ ക്രിസ്ത്യാനി പെൺകുട്ടികൾ പറയുകയാണ്, ഞങ്ങളെല്ലാം ഗർഭം ധരിച്ചത് പരിശുദ്ധാത്മാവിലാണെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അതുകൊണ്ട് കന്യാമറിയ പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ചില്ല എന്നല്ല ഞാനീ പറയുന്നത്. ഞാൻ പറയുന്നത് നാം ഈ വലിയ കാര്യം പറഞ്ഞു വെച്ചിരിക്കുന്ന വിശ്വാസ പ്രമാണവും നമ്മുടെ ജീവിതവും തമ്മിൽ എന്താണ് ബന്ധമെന്നാണ് ഞാനീ ചോദിക്കുന്നത്. കാരണം ഈ സുഹൃത്ത് പറയുന്നത് മതങ്ങളെല്ലാം അവരുടെ വിശ്വാസ പ്രമാണങ്ങളനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ തെറ്റിദ്ധാരണ. വിശ്വാസ പ്രമാണങ്ങൾ ജനം എല്ലാ ഞായറാഴ്ച അല്ലെങ്കിൽ അവർ നിശ്ചയിക്കുന്ന സമയമനുസരിച്ച് തത്വ പോലെ ഉരുവിടണമെന്ന് പറയുന്ന ഒരു വ്യക്തി പോലും അവർ ചൊല്ലിക്കൊടുക്കുന്ന വിശ്വാസത്തിൻ്റെ ഒരു പ്രമാണത്തെയും അറിയുകയോ അനുസരിക്കുകയോ ചെയ്യുന്നവരല്ല. ഇതാണ് നാം ആദ്യമായി മനസ്സിലാക്കേണ്ട സത്യം. ഇപ്പോൾ നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ സാർവലൗകികവും കത്തോലികവുമായ ഏകസഭയിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏതാ സാറ് ഏകസഭ? ഐ ബിലീവ് ഇൻ ദ വൺ ഹോളി കാത്തലിക് ആൻഡ് അപ്പസ്റ്റോളിക് ചർച്ച്. എവിടെയാണ് ആ സഭ നിൽക്കുന്നത്? ആ സഭയിൽ നമ്മളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? നമ്മൾ ഓരോരോ കൊച്ചു സഭാ കഷ്ണങ്ങളുടെ അടിമകളെ തങ്ങി നിന്നുകൊണ്ട് പറയുന്നത് എന്താണെന്ന് അല്പം പോലും ചിന്തിക്കാതെ യന്ത്രങ്ങളെപ്പോലെ നാവിട്ട് അനക്കുകയാണ് സാർവലൗകികമായ അപ്പോസ്തോലിക സഭയിൽ വിശ്വസിക്കുന്നതെന്ന്. എന്തായി പറയുന്നത്? അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സഭയൊന്ന് കാണിക്കാമോ? നിങ്ങൾ വിശ്വാസ പ്രമാണത്തിൻ്റെ ഏത് അംശവും എടുത്തു നോക്കൂ. അതും നിങ്ങളുടെ ജീവിതവും സഭാജീവിതവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ ദയവായി പറയുക. ഇപ്പോൾ യേശു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു, അതുകൊണ്ട് നിങ്ങൾക്കെന്താണ്? എനിക്കെന്താണ്? ആ ഉയർത്തെഴുന്നേൽപ്പ് നടന്നില്ലെന്നല്ല ഞാനീ പറയുന്നത്. ആ ഉയർത്തെഴുന്നേൽപ്പ് നമ്മെ അറിയിക്കുന്ന ആത്മീയമായ വലിയ സാധ്യതകളുടെ ഒരു വലിയ ബ്രഹ്മാണ്ഡം തന്നെയുണ്ട്. അത് നമ്മളുമായി പുലബന്ധം പോലുമില്ല. യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് വിളിച്ചറിയിക്കുന്ന സത്യങ്ങൾ അനുസരിച്ച് ക്രമീകരിക്കപ്പെട്ട ഏതെങ്കിലും ഒരു സഭയോ സഭാജീവിതമോ നിങ്ങൾക്ക് കാണിക്കാമോ? അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, അതുകൊണ്ട് എന്താണ്? പാതാളം നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ ഇപ്പോഴും നിൽക്കുന്നില്ലേ? ഇനി വല്ല മാറ്റവും വന്നോ? അപ്പോൾ ഇതൊരു വലിയ തെറ്റിദ്ധാരണയാണ്. പിന്നെ ഈ ചോദ്യം ഉന്നയിച്ച എൻ്റെ സുഹൃത്ത് പറയുന്നത്, മനുഷ്യരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നിർത്തുന്ന ഘടകം ഈ ആചാരാനുഷ്ഠാനങ്ങളും വിശ്വാസ പ്രമാണങ്ങളുമാണ്. 100% ശരിയാണ്. അപ്പോൾ റെയ്മോണ്ടോ പണിക്കർ അദ്ദേഹത്തിന് അതുവരെ പരിചിതമായിരുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹം വെച്ചു പുലർത്തിയ സങ്കല്പങ്ങൾ, ദൈവത്തെപ്പറ്റിയാണെങ്കിലും സഭാജീവിതത്തെപ്പറ്റിയാണെങ്കിലും വിശ്വാസ പ്രമാണങ്ങളെ പറ്റിയാണെങ്കിലും, അവ മുഴുവനും തിരുത്തി എഴുതേണ്ടി വന്നു. എന്തുകൊണ്ട് വന്നു? ആ അളയിൽ നിന്ന് വെളിയിലോട്ട് വന്ന് വിശാലമായ ലോകത്തിൽ സ്ഥിതി ചെയ്യുന്ന മറ്റ് ചില സാധ്യതകൾ, യാഥാർത്ഥ്യങ്ങൾ, മറ്റ് ജനതയുടെ ആത്മീയമായ അന്വേഷണത്തിൻ്റെ ചരിത്രങ്ങൾ, അവർ അവലംബിക്കുന്ന അവർ അഭയം പ്രാപിച്ചിരിക്കുന്ന ആത്മീയ ഭവനങ്ങളുടെ ഘടനകൾ,
അതിൻ്റെ വിഭവങ്ങൾ, സമ്പത്തുക്കൾ എന്ത് എന്ന് തിരിച്ചറിയാനിടയായപ്പോൾ താൻ അതുവരെ സങ്കല്പിച്ചിരുന്നതൊക്കെ വളരെ പരിമിതമാണെന്നും അപൂർണമാണെന്നും അതിനപ്പുറത്തെ ചില കാര്യങ്ങൾ മനുഷ്യർ അന്വേഷിച്ചിരുന്നു, അറിഞ്ഞിരുന്നു. അവയെല്ലാം കൂടെ ചേർക്കുമ്പോൾ മാത്രമേ ഏതാണ്ട് എവിടെയെങ്കിലും ഒന്ന് മുട്ടി എന്നെങ്കിലും തോന്നുവാൻ നമുക്ക് സാധ്യമാകുകയുള്ളൂ എന്ന് അദ്ദേഹം അനുഭവത്തിൽ കൂടെ അറിഞ്ഞു. അത് ശരിയാണ്. റെയ്മണ്ടോ പണിക്കർ അപ്രകാരം വ്യക്തമായി അംഗീകരിച്ചിട്ടുണ്ട്, പ്രസ്താവിച്ചിട്ടുണ്ട്, യാതൊരു സംശയവുമില്ല. എന്തുകൊണ്ടാണ് നമ്മൾക്കത് അങ്ങനെ തോന്നാത്തത്? നമ്മൾ ഈ ഇട്ടാവട്ടത്തിൽ മാത്രം കിടന്ന് നട്ടം തിരിയുന്നവരാണ്. ഇടത്തോട്ടോ വലത്തോട്ടോ നോക്കാൻ അവകാശമില്ലാത്ത, സ്വാതന്ത്ര്യമില്ലാത്ത മത അടിമകളാണ് നാം. കത്തോലിക്കനായി ജനിക്കണം, കത്തോലിക്കനായി മരിക്കണം. മാർത്തോമക്കാരനായി ജനിക്കണം, മാർത്തോമക്കാരനായി മരിക്കണം. ചില മാർത്തോമക്കാർ പറയും മാർത്തോമക്കാരന് മരിക്കാനൊക്കത്തില്ല. പണ്ട് ഒരു കഥ പറയുന്നത്, ഒരു മാർത്തോമക്കാരൻ മരിക്കാനായിട്ട് കിടന്നു. മരിക്കുമെന്ന് ഏകദേശം ഒന്ന് പറഞ്ഞുകൊണ്ടാൽ പോയി അപ്പുറത്തെ ആ CSIയിലെ അച്ഛനെ ഒന്ന് വിളിച്ചുകൊണ്ട് പോകാം. അപ്പോൾ അച്ഛനെ വിളിച്ചുകൊണ്ട് പോകും. അപ്പം പറഞ്ഞു, അച്ഛോ എനിക്ക് CSI പള്ളിയിലൊന്ന് ചേരണം. അപ്പോൾ അച്ഛൻ പറഞ്ഞു, താൻ മരിക്കാൻ കിടക്കുകയല്ലേ? ഞാൻ പറഞ്ഞു, അതുകൊണ്ടാണ് മാർത്തോമക്കാർക്ക് മരണമില്ല, ഞാൻ മരിക്കാൻ പോകുന്നപ്പോൾ CSIക്കാരനായിട്ട് മരിക്കാമെന്നാണ് പുള്ളി പറയുന്നത്. അപ്പോൾ ഇത് അതിശയോക്തിയാണ്, യാതൊരു സംശയമില്ല. പക്ഷേ ഇത് നാം പുലർത്തുന്ന, ഇപ്പോൾ CSIക്കാരും അങ്ങനെ തന്നെ, പെന്തക്കോസ്തുകാരാണെങ്കിൽ അങ്ങനെ തന്നെ. പെന്തക്കോസ്തുകാർ അമ്മച്ചി മരിക്കാനായിട്ട് കിടന്നപ്പോഴേ അവിടെ നിന്ന് ഓടിപ്പോയി അപ്പുറത്തെ CSIയിലെ അച്ഛനെയും ഇപ്പുറത്തെ മാർത്തോമയിലെ അച്ഛനെയും വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. വിളിച്ചുകൊണ്ട് വന്നു. അപ്പോൾ രണ്ടുപേരും വന്നപ്പോൾ പറഞ്ഞു, അച്ഛന് മാർത്തോമയിലെ അച്ഛൻ അടുത്തും CSIയിലെ അച്ഛൻ വലതും ഒന്ന് നിൽക്കണം. അപ്പോൾ ചോദിച്ചു, എന്തിനാ അമ്മച്ചെന്ന് ചോദിച്ചാൽ പറഞ്ഞു, എൻ്റെ കർത്താവ് 2 കള്ളന്മാരുടെ ഇടയിലാണ് ക്രൂശിക്കപ്പെട്ടത്, എനിക്കും അങ്ങനെ തന്നെ അന്ത്യകാലത്താകണം. ഇതാണ് അതിശയോക്തിയാണ്, പക്ഷേ അതിലെല്ലാം അർത്ഥങ്ങളുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ മനുഷ്യനെ മനുഷ്യനിൽ നിന്ന് അകറ്റുന്നത് ദൈവമല്ല. ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞതുപോലെ ദൈവത്തെ പറ്റിയുള്ള നമ്മുടെ മാരകമായ തെറ്റിദ്ധാരണകളും ആ ദൈവത്തിൻ്റെ പേരിൽ നാം കാട്ടിക്കൂട്ടുന്ന ഈ കോലാഹലങ്ങളും അതിന് വിശ്വാസ പ്രമാണമെന്നും അതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ പറയും. ഇതൊക്കെ മനുഷ്യൻ നിർമ്മിച്ചതാണ്. ദൈവത്തിൻ്റെ പേരിൽ മനുഷ്യൻ നിർമ്മിച്ച് ആർക്കും ഒരു പ്രയോജനവുമില്ലാത്ത മതപരമായ ചവറുകളാണിത്. പക്ഷേ അത് മാത്രം അള്ളിപ്പിടിച്ച് നിൽക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും നമുക്കുള്ളൂ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, യേശുവിൻ്റെ വിശ്വാസ പ്രമാണം എന്തായിരുന്നു? നമ്മുടെ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു, അവനെ അനുകരിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ പരമമായ കടമ. യേശു ഏത് വിശ്വാസ പ്രമാണമാണ് ഉരുവിട്ടുകൊണ്ടേ നടന്നത്? യേശു ഏത് കൊന്ത ചൊല്ലിക്കൊണ്ടാണേ നടന്നത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? യേശുവിനൊരു വിശ്വാസ പ്രമാണം ഉണ്ടായിരുന്നു. അതെന്താണ്? മനുഷ്യർക്ക് സമൃദ്ധമായ ജീവനുണ്ടാകണം, മനുഷ്യൻ കണ്ണു തുറക്കണം, മനുഷ്യന് ആത്മീയമായ മതപരമായ സ്വാതന്ത്ര്യമുണ്ടാകണം, അടിമകളെ വിടുവിക്കണം, ദരിദ്രരോട് സുവിശേഷം അറിയിക്കണം. എല്ലാവരും ദരിദ്രരാണ്. എങ്ങനെയാണ് നാം ദരിദ്രരായി പോയത്? നാം തെണ്ടികളായത് എങ്ങനെയാണ്? മതം കൊണ്ടാണ്. മതമാണ് നമ്മളെ തെണ്ടികളാക്കിയത്. അന്ന് യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ എല്ലാ അംശങ്ങളും ആവിഷ്കരിക്കുന്നത് നിലവിലിരുന്ന മതപരമായ സങ്കല്പങ്ങളുടെയും സംവിധാനങ്ങളുടെയും ആചാര അനുഷ്ഠാനങ്ങളുടെയും പശ്ചാത്തലത്തിലാണ്. യേശുവിന് മനസ്സിലായ കാര്യങ്ങളാണ് പറയുന്നത്. മതം കൊണ്ടാണ് മനുഷ്യൻ ദരിദ്രനായി പോയത്. മതം ആത്മീക ദാരിദ്ര്യത്തെ സൃഷ്ടിക്കുവാനും വർദ്ധിപ്പിക്കുവാനും മാത്രം സഹായിക്കുന്നു. 2, മതം മനുഷ്യൻ്റെ കണ്ണ് പൊട്ടിച്ച് കളയുന്നു. അന്ധരുടെ കണ്ണ് തുറക്കാൻ ഞാൻ വന്നു. എങ്ങനെയാണ് ഇവർ അന്ധരായത്? മതം കൊണ്ടല്ലേ? അടിമകളെ വിടുവിക്കാൻ വന്നു. ഏതടിമത്തമാണ്? മതപരമായ അടിമത്തമാണ്. പക്ഷേ ഇതാരും പറയില്ല. പറഞ്ഞാൽ അന്ന് നിന്നെ ചവിട്ടി പുറത്താക്കും. അപ്പം മനുഷ്യനെ ഇങ്ങനെ ഓരോ കന്നുകാലിക്കൂട്ടിൽ കെട്ടിയിട്ടിട്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നാകുന്നില്ല എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഈ ഓരോരോ തൊഴുത്തിൽ കെട്ടിയിരിക്കുന്ന പശുക്കളെ ഒന്ന് അഴിച്ചു വിട്ടു നോക്ക്. അവർ വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ അവിടെ മേച്ചിൽപ്പുറങ്ങൾ കണ്ടെത്തി അവർ സമാധാനത്തോടെ സഹവർത്തിത്വം നടത്തും. പക്ഷെ അങ്ങനെ വന്നാൽ അന്ന് ചിലരുടെ വയറ്റിപ്പഴുപ്പ് നിന്ന് പോകും. ജനങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിപ്പെരിപ്പിച്ച് അവരുടെ മനസ്സിൽ അസത്യം മാത്രം കുത്തിവെച്ച് അതിന് മാന്യത നേടാനായിട്ട് ദൈവത്തിൻ്റെ പേരും പറഞ്ഞ്
അത് ആ ഒരു വലിയ വഞ്ചന ജനം തിരിച്ചറിയാതിരിക്കത്തക്കവണ്ണം അവർക്കുടെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തുന്നതിന് വേണ്ടി ചില ആചാരക്രമങ്ങളൊക്കെ ഉണ്ടാക്കി, ജീവിത യാഥാർത്ഥ്യങ്ങളുമായി പുലബന്ധം പോലുമില്ലാത്ത ചില ജൽപ്പനങ്ങൾ കൊണ്ടത് നിറച്ച് അത് ചില 4 ഭിത്തികൾക്കുള്ളിൽ മാത്രം ഒതുക്കി നിർത്തി അവിടെ മാത്രം പതിയിരിക്കുന്ന ദൈവബിംബത്തെ കൊണ്ടാക്കി അതാണ് ദൈവമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഇങ്ങനെ ഒരു വല്ലാത്ത ഒരു കാളരാത്രിയിൽ കൂടെ മനുഷ്യൻ കടന്നു പോവുകയാണ്. നിങ്ങൾ പുറപ്പാട് പുസ്തകം നോക്കുമ്പോൾ മിസ്രയീം ദേശത്ത് അടിമത്വത്തിലിരുന്ന ജനതയെ ദൈവം മോശയിൽ കൂടെ വിടുവിച്ച് അവർ മരുഭൂമിയിൽ പ്രയാണം ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ദൈവഹിതം ആരാഞ്ഞറിയുന്നതിന് വേണ്ടി മോശ മുകളിലേക്ക് കയറിപ്പോയപ്പോൾ മലയുടെ അടിവാരത്ത് എന്താണ് സംഭവിക്കുന്നത്? ജനം അവരുടെ സ്വർണം, അഹറോന് കൊടുത്ത സ്വർണം, അഹറോൻ അവരുടെ സ്വർണം കൊണ്ടൊരു കാളക്കുട്ടി ഉണ്ടാക്കിയിട്ട് പിന്നെ ആദ്യം പറയുന്ന പച്ചക്കള്ളമാണ്, ഇതാണ് നിങ്ങളുടെ ദൈവം, ഈ ദൈവമാണ് നിങ്ങളെ മിസ്രയീമിൽ നിന്ന് വിടുവിച്ചത്. എന്തുകൊണ്ടാണ് ഈ സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നത്? എവിടെയൊക്കെ മനുഷ്യൻ സംഘടിതമായ ഒരു മതമുണ്ടാക്കിയാൽ അവിടെ മനുഷ്യനിർമ്മിതമായ ആ ദൈവവും ആ നിർമ്മിത ദൈവത്തിൻ്റെ ഭാഷയായ അസത്യവും മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്നതിൻ്റെ വ്യക്തമായ മുന്നറിയിപ്പാണ്, താക്കീതാണിത്. അതിനേക്കാൾ സ്പഷ്ടമായ ഒരു വെളിപ്പെടുത്തൽ എവിടെയാണ് ആവശ്യം? സ്വന്തം മാലയും മോതിരവും പറിച്ച് അഹറോൻ്റെ കൈ കൊടുത്ത് അവൻ ഉണ്ടാക്കിയ ദൈവം, ആ ദൈവത്തെ എപ്പോഴാണ് ഉണ്ടാക്കിയത്, എവിടെ വെച്ചാണ് ഉണ്ടാക്കിയതെന്ന് അവർ കണ്ണുകൊണ്ട് കണ്ടതാണ്. എന്നിട്ടും പുരോഹിതവർഗത്തിൻ്റെ തലതൊട്ടപ്പനായ അഹറോൻ പറയുന്നു, ഈ ദൈവമാണ് നിങ്ങളെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നതെന്ന് പറയുമ്പോൾ അത് കണ്ണുമടച്ച് വിശ്വസിക്കത്തക്കവണ്ണം മനുഷ്യൻ അവൻ്റെ അടിമത്വത്തോടുള്ള വാസന എത്ര വലുതാണ്, അസത്യത്തോടുള്ള വാസന എത്ര വലുതാണ്. അതുകൊണ്ട് മതമേഖലയിൽ എപ്പോഴും മനുഷ്യൻ അവൻ്റെ കരവിരുത് കൊണ്ട് അവൻ്റെ കൈകൊണ്ട് സൃഷ്ടിക്കുന്ന കുട്ടി ദൈവങ്ങളെ മാത്രമേ ആരാധിക്കുകയുള്ളൂ. അതിന് ഉതകുന്നതായ വിശ്വാസ പ്രമാണങ്ങൾ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. അതിനെ നിലനിർത്തുന്നതിനുള്ള ക്രമങ്ങൾ മാത്രമേ ആവിഷ്കരിക്കുകയുള്ളൂ. ഇതുകൊണ്ട് ആർക്കും നാളിതുവരെ ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. മനുഷ്യരുടെ കണ്ണ് അടയ്ക്കുവാനും അവരുടെ ദാരിദ്ര്യം വർദ്ധിപ്പിക്കുവാനും അവരുടെ അടിമത്വം നിലനിർത്തുവാൻ മാത്രമേ ഇത് പ്രയോജനപ്പെട്ടിട്ടുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞത് ഞാനല്ല, യേശുവാണ്. യേശുവിൽ കൂടെ മാത്രം ഞാൻ പ്രാപിച്ച അറിവാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. ഇത് റെയ്മണ്ടോ പണിക്കർ മനസ്സിലാക്കി. അങ്ങനെ മനസ്സിലാക്കിയ അനേകം പേരുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, ഞാൻ എൻ്റെ ഈ എരുത്തിലിൽ നിന്ന് വെളിയിലേക്ക് ഒന്ന് ചെന്ന് മറ്റനേക എരുത്തിലുകൾ കണ്ടപ്പോൾ മനസ്സിലായി, എല്ലാ എരുത്തിലും പശുക്കൾ മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ പശുക്കൾ പാല് തരുന്നുണ്ട്. എൻ്റെ എരുത്തിലെ പാലും മറ്റെല്ലാ എരുത്തിലെ പാലും എല്ലാം ഒരുപോലെയാണ്, നല്ലതാണ്. എന്നാൽ പാലിന് പകരം ചാണകം മാത്രമാണ് പശു നൽകുന്നതെന്ന് പറഞ്ഞാൽ നാം എന്ത് ചെയ്യും? അതാണ് പ്രശ്നം. അല്ല, എൻ്റെ പശു അതിൻ്റെ അകിടിൽ കൂടെ പാലും അപ്പുറത്തുള്ള ഹിന്ദുവിൻ്റെയും മുസ്ലിമിൻ്റെയും പശുവിൻ്റെ അകിടിൽ ചാണകവുമാണ് എന്ന് പഠിപ്പിച്ചാൽ എന്ത് ചെയ്യും? അങ്ങനെ ഉള്ള പഠിപ്പീരിൽ കൂടെ നാളിതുവരെയും തൻ്റെ ജീവിതകാലത്തിൽ വളർന്നു വന്ന റെയ്മണ്ടോ പണിക്കർ തൻ്റെ തൊഴുത്തിൽ നിന്ന് മാറി മറ്റുള്ള തൊഴുത്തുകളൊന്ന് സന്ദർശിച്ചപ്പോൾ മനസ്സിലായി, ഹിന്ദുവിൻ്റെ പശുവിൻ്റെ അകിടിലും മുസ്ലിമിൻ്റെ പശുവിൻ്റെ അകിടിലും പാലാണ്, ചാണകമല്ല എന്ന് മനസ്സിലായി. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. അത് തെറ്റാണോ ശരിയാണോ? അത്രയും പറയാനുള്ള ധൈര്യം ഒരു ക്രിസ്ത്യാനി കാണിക്കാമോ എന്ന് പാലക്കാട്ട് പാലാ പിതാവിനോടും താമരശ്ശേരി പിതാവിനോടും തൃശ്ശൂർ പിതാവിനോടും കോട്ടയത്തെ അരമനയിലെ പിതാവിനോടും ഒക്കെ ചോദിച്ചാൽ അവർ കുറുവടി എടുത്തല്ലും. ചോദിക്കരുത്, എന്തിനാണ് ശരീരം വഷളാക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിനകത്തെ യാഥാർത്ഥ്യം. ആചാരക്രമങ്ങളിൽ എന്തെങ്കിലും മനുഷ്യ നന്മ ഉണ്ട് എന്ന് യേശു ഏതെങ്കിലും സമയത്ത് സൂചിപ്പിച്ചതായി യാതൊരു തെളിവും 4 സുവിശേഷങ്ങളിലില്ല.
നിങ്ങൾ ഏതെങ്കിലും ആചാരം വെച്ച് പുലർത്തണമെന്ന് യേശു പറഞ്ഞുമില്ല. പിന്നെ ഇത് എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ചെയ്യുവീൻ എന്ന് പറയുന്നത് ആചാരമല്ല. അത് അപ്പം നുറുക്കുമ്പോഴും വീഞ്ഞ് പകരുമ്പോഴും എൻ്റെ വ്യക്തിത്വം നിങ്ങൾ അറിഞ്ഞ് ആ വ്യക്തിത്വത്തെ സ്വായത്തമാക്കി അതിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുവാൻ കൂട്ടാക്കണം എന്ന ഒരു നിർദ്ദേശമാണ്. യേശുവിൻ്റെ വ്യക്തിത്വത്തിൽ നിന്ന് വേർപെടുത്തി അപ്പവും നുറുക്കുകയും വീഞ്ഞ് സ്പൂണ് കൊണ്ട് അളന്നു കൊടുക്കുകയും ചെയ്താൽ അത് ആകുമെന്ന് വിശ്വസിക്കണമെങ്കിൽ അതിന് തക്കതായ ഭ്രാന്ത് ഉണ്ടാകണം. പക്ഷേ ആ ഭ്രാന്ത് നമുക്ക് ചെറുപ്പം മുതലേ നൽകിയതായതുകൊണ്ട് ഇത് തന്നെയാണ് സമനില എന്ന് ചിന്തിക്കാൻ മാത്രം സ്വാതന്ത്ര്യം ലഭിച്ച വർഗീയ അടിമകളാണെന്ന. അതുകൊണ്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ 18-ാം വാക്യം നിങ്ങൾ ദയവായി ഒന്ന് വായിച്ച് അല്പം ധ്യാനിക്കണം. ദരിദ്രർക്ക് സുവിശേഷം അറിയിക്കുക. നമ്മളെ ദരിദ്രരാക്കിയത് ആരാണ്? നാം ദരിദ്രരായി പോയത് എങ്ങനെയാണ്? അന്ധരുടെ കണ്ണ് തുറക്കുക. നമ്മുടെ കണ്ണ് പൊട്ടിപ്പോയത് എങ്ങനെയാണ്? ആരാണിത് പൊട്ടിച്ചത്? അടിമകളെ വിടുവിക്കുക. നാം അടിമകളായത് എങ്ങനെയാണ്? നമ്മുടെ അടിമത്വം എന്താണ്? ഈ അടിമത്വത്തെ സ്വാതന്ത്ര്യമായി തെറ്റിദ്ധരിപ്പാൻ ഇടയാക്കിയ സാഹചര്യം എന്താണ്? ആരാണിതുണ്ടാക്കിയത്? ഇപ്പോഴും ആ ഒരവസ്ഥയിലാണോ നാം കഴിയുന്നത് എന്ന് തിരിച്ചറിഞ്ഞിട്ട് മനുഷ്യനായി വളരണം. മനുഷ്യത്വമാണ് ലോകത്തിലെ ഏറ്റവും വലിയ നേട്ടം, ഏറ്റവും വലിയ അത്ഭുതം എന്നാണ് യേശു പഠിപ്പിച്ചത്. നിങ്ങൾക്ക് സമൃദ്ധമായ ജീവൻ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് മനുഷ്യ ജീവൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. അല്ലാതെ മാക്രിയുടേതോ പാമ്പിൻ്റെയോ പട്ടിയുടെയോ പേപ്പട്ടിയുടെയോ ജീവിതം അല്ല ഈ പറയുന്നത്. മനുഷ്യൻ. എന്തുകൊണ്ടാണ് യേശു മനുഷ്യപുത്രനായി വന്നത്? നാം ദൈവപുത്രൻ എന്ന് പറയുന്നില്ലേ? യേശു പറഞ്ഞാൽ ഞാൻ മനുഷ്യപുത്രനാണ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ മനുഷ്യത്വം എന്താണെന്ന് അറിയണമെങ്കിൽ ഇതാ കണ്ടുകൊള്ളൂ. മനുഷ്യരാകണമെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം. ശത്രുക്കളെ സ്നേഹിക്കണം, മറ്റുള്ളവർക്ക് വേണ്ടി കരുതണം, ഒരു കാരണവശാലും മറ്റൊരു വ്യക്തിയുടെ വില ഇടിച്ചു കളയുവാൻ ഇടയാകരുത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, താൻ എന്തിനാ പിന്നെ ഈ മെത്രാന്മാരെ വിമർശിക്കുന്നത്? അതിൻ്റെ കാരണം അവർ മുഖാന്തരമാണ് കോടിക്കണക്കിന് ആളുകളുടെ വില കഴിഞ്ഞ കാലങ്ങളിൽ ഇടിഞ്ഞു പോയത്. ഇന്നും അപ്രകാരം മനുഷ്യൻ്റെ മനുഷ്യത്വത്തെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുകയും അതിൻ്റെ പ്രതിഫലം പറ്റുകയും ചെയ്യുന്നവർ വേശ്യകളെക്കാൾ മോശമാണ് എന്ന് യേശുവാണ് എന്നെ അറിയിച്ചത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, പരീശന്മാരെ പറ്റിയും ശാസ്ത്രിമാരെ പറ്റിയൊക്കെ പറഞ്ഞു, വേശ്യമാർ നിങ്ങൾക്ക് മുൻപേ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കും, നിങ്ങൾക്കതിന് അവകാശം. കാര്യം എന്താണ്? മനുഷ്യൻ്റെ മനുഷ്യത്വത്തെ ഏറ്റവും ഭീകരമായി അധപ്പതിപ്പിക്കുന്ന ഒരു വർഗം ഇതാണ് എന്ന് യേശുവാണ്. ഞാൻ പറയുമ്പോൾ ആൾ പറയും തനിക്കാണ്ട് വ്യക്തിപരമായ വൈരാഗ്യം. എനിക്ക് ആരോടും വ്യക്തിപരമായ വൈരാഗ്യം കൊണ്ട് യാതൊരു കാര്യമില്ല. കാരണം ഞാൻ ഇതിനകത്ത് കടന്ന് മുഴുകിയ ആളല്ല. ഞാൻ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിച്ച് ഞാൻ സർക്കാരിൻ്റെ ശമ്പളത്തിൽ ദൈവവേല ചെയ്ത ആളാണ്, ദൗത്യം നിർവഹിച്ച ആളാണ്. എനിക്ക് ആരോടും വ്യക്തിപരമായ യാതൊരു പരുഷമോ പരാതിയോ പരിഭവം ഉണ്ടാകേണ്ട യാതൊരു കാര്യവുമില്ല. പക്ഷേ ജനങ്ങൾക്ക് സംഭവിക്കുന്ന വലിയ ഇടിവ്, അവരുടെ ദുരവസ്ഥ കണ്ട് സഹിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാനീ പറയുന്നത്. അത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക നമ്മുടെ കടമയാണ്. കാരണം ഇത് ചെറുപ്പം മുതലേ ഇതിന് വിപരീതമായ കാര്യങ്ങൾ മാത്രം പരിശീലിച്ച് ആ ദുഷ്പരിശീലനം മാത്രമാണ് സത്യമെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു ജനത, അതിൽ അവരുടെ അടിമത്വത്തിൽ മാത്രം അള്ളിപ്പിടിച്ച് അത് മുഖാന്തരം സ്വർഗത്തിൽ പോകാമെന്ന വ്യാമോഹത്തിൽ അവരായിരിക്കുകയും അങ്ങനെ അവരെ ആക്കി വെച്ച് അതിൻ്റെ ഗുണഭോഗങ്ങൾ ലജ്ജയില്ലാതെ അനുഭവിക്കുകയും ചെയ്യുന്നൊരു വ്യവസ്ഥിതി മനുഷ്യരാശിയുടെ ശത്രുവാണ് എന്ന് അവസാന ശ്വാസം വരെ വിളിച്ചറിയിക്കുവാൻ ഞാൻ ബാധ്യസ്ഥനായതുകൊണ്ട് മാത്രം ഞാൻ പറയുകയാണ്. അതുകൊണ്ട് എൻ്റെ ഈ സുഹൃത്ത് ഉന്നയിച്ച കാര്യം വളരെ ശരിയാണ്. മനുഷ്യനെ മനുഷ്യനിൽ നിന്ന് അകറ്റി അവൻ്റെ മനസ്സിലാക്കാനുള്ള സ്വാതന്ത്ര്യം, തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം, അവനോട് തന്നെ നീതി പാലിക്കാനുള്ള അവൻ്റെ സ്വാതന്ത്ര്യം, അവയൊക്കെയും 100% നശിപ്പിച്ച് മനുഷ്യനിർമ്മിതമായ ചില ജൽപ്പനങ്ങളിൽ അവൻ്റെ വിശ്വാസ ജീവിതത്തെ ആകെ തളച്ചിട്ടിട്ട് അതുമാത്രമാണ് സ്വർഗത്തിലേക്കുള്ള വഴിയെന്ന് പഠിപ്പിച്ചാൽ അതിനോട് സർവ്വശക്തിയും ഉപയോഗിച്ച് വിയോജിക്കേണ്ടി വരും, അതിനെ ചെറുക്കേണ്ടി വരും. ഞാൻ ആ പരിശുദ്ധ ദൗത്യമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഇത് കുരിശിൻ്റെ മാർഗമാണ് എന്നെനിക്കറിയാം. ആ കുരിശ് വഹിക്കുവാൻ
എനിക്ക് കൃപ ഉണ്ടാകണമേ എന്ന് മാത്രം നിങ്ങൾ ദയവായി പ്രാർത്ഥിക്കണം. ഏവർക്കും നന്ദി, എൻ്റെ സ്നേഹം.